നമസ്കാരം. 2M ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2Mൻ്റെ ലെറ്റ് മീ ലേൺ സീരീസിൽ ഇന്ന് നമ്മൾ ഗൂഗിൾ ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് സീരീസ് 1ൻ്റെ 8ാമത്തെ പാർട്ടായ ഗൂഗിൾ ലെൻസിനെ കുറിച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗൂഗിൾ ലെൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഫീച്ചറാണ് എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ ലെൻസ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ക്യാമറയെ ഒരു ബുദ്ധിമാനാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗൂഗിളിനോട് ചോദിക്കാനുള്ള ഒരു വഴിയാണിത്. ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നതിന് പകരം ഫോട്ടോ എടുത്ത് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു ചാർജർ, അതിൻ്റെ ഫോട്ടോ എടുത്താൽ അത് ഏതാണെന്ന് ഗൂഗിൾ പറഞ്ഞു. നമുക്ക് ലെൻസ് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് ഒരു കറുത്ത ലാപ്ടോപ്പിൻ്റെ സെഞ്ചുറിയോ കോഴ്സ് ആക്ഷേപമാണ് തോന്നുന്നു. അതിൻ്റെ എഴുതിയിട്ടുണ്ട്. ഇവിടെ വലതുവശത്ത് ഒരു പ്രകാശമായ ഫാസ്റ്റ് ഒരു സ്ക്രീൻ അടിച്ചത് ഡിസ്പ്ലേക്ക് നേരെയുള്ളത് ലൈറ്റിംഗ് പ്രതികരണം പോലെ. ഇതിനകത്ത് ഭാഗത്തൊരു സ്മാർട്ട് ഫോൺ ലോക്ക് സ്ക്രീൻ ഒരു മതപരമായ ചിത്രം പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സമയം ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരു നോട്ട് എഴുതിയ വരിക, അതും നമുക്ക് സെലക്ട് എടുക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ടൈപ്പ് ചെയ്ത നോട്ടിൽ നിന്ന് ഡിജിറ്റൽ ടെക്സ്റ്റാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഇതാണ് ഗൂഗിൾ ആപ്പ്. ഇതാണ് മാത്സിൻ്റെ പ്രോബ്ലങ്ങൾ എങ്ങനെ ചെയ്യാം, അതൊരു ഇത് കൊടുത്താൽ തന്നെ അവർ ഇതാക്കി തരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സയൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ലേഖനങ്ങൾ നമുക്ക് റെഡിയാക്കുന്നതാണ്. സസ്യങ്ങളെക്കുറിച്ച് മൃഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് പൂവൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകതരം പക്ഷി പേരറിയില്ലെങ്കിൽ അതുവഴി നമ്മൾ ഈ ലെൻസ് വഴി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. QR കോഡ് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്യാനായിട്ട് നമുക്ക് ചാർജ് എടുക്കുന്ന QR കോഡിൻ്റെ
ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 6 നമ്പർ ലോഗോയാണ്. ഇന്ത്യയിൽ വിൽക്കുന്ന ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് ഈ അടയാളം നിർബന്ധമാണ്. പവർ അഡാപ്റ്റർ ഇന്ത്യൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും നിർബന്ധിത രജിസ്ട്രേഷൻ സ്കീം CRS പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഇതാണ് വെയിറ്റ് സാംസങ് EP3800 ഫാസ്റ്റ് ട്രാവൽ അഡാപ്റ്ററിൻ്റെ ഒരു QR കോഡാണ്. അതുപോലെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ബാർകോഡ് ചെയ്യാം, എല്ലാം ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ലെൻസ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണുകളിലുണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഗൂഗിൾ ലെൻസിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താവുന്നതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി എടുത്ത നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്താൽ മതി. അപ്പോൾ നമ്മളത് ഗൂഗിൾ ലെൻസിൻ്റെ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള ഫോട്ടോസ് വരുന്ന വരും. നമ്മളതിന് എടുത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്താണ്. അത് മലയാളത്തിൽ കൊടുത്തു. അപ്പോൾ ചിത്രങ്ങളിലും വീഡിയോകളിലും എഫക്റ്റുകൾ ചേർക്കുന്നതിനെക്കുറിച്ചുള്ള മലയാളത്തിലുള്ളൊരു ക്യാൻവ തുടക്കക്കാർക്കുള്ള ട്യൂട്ടോറിയൽ വീഡിയോയുടെ ഒരു തമ്പനയിലാണ് ആ ചിത്രം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ലെൻസിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, എങ്ങനെ ചെയ്യാമെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള 3 വാട്സപ്പ് നമ്പറുണ്ട്. അതിലോട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ ID ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. 2M ഇൻഫോ സൊല്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ പഠനത്തിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അതുപോലെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.